ഹലോ ഗായ്സ്, സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മടി പിടിച്ചിരുന്നത് രാവിലെ നീച്ച് ടർഫിൽ പോയി കളിക്കണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി നല്ല ഉറക്കം കാരണം അതൊന്നും നടന്നില്ല. ഇന്ന് കുറച്ച് ഷോപ്പിംഗ് പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഞങ്ങൾക്ക് റൂം ചേഞ്ച് ചെയ്യണമെന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ അജയനെ വിളിച്ചിട്ട് ഞങ്ങൾ പുറത്തു പോകാനുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് മഴ തുടങ്ങിയത്. അപ്പോൾ ഏതായാലും പ്ലാനുകളൊക്കെ ഏകദേശം കോളായെന്ന് കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല, ഒരു കുട എടുത്ത് മഴ നനയാൻ ഇറങ്ങി. മഴ പെയ്തു പോയി. ദെൻ മഴയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഓക്കെ പ്ലാൻ റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും അജയനെ വിളിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ പോയി അജയനെ പിക്ക് ചെയ്ത് ദെൻ ഞങ്ങൾ ഫസ്റ്റ് നേരെ പോയിന്റ് ചെയ്ത് സ്റ്റുഡിയോയിലേക്കായിരുന്നു. സ്റ്റുഡിയോ പോയി അങ്ങോട്ട് ഇങ്ങോട്ട് തേരാപാറ നടന്ന് കുറച്ച് ഡ്രസ്സുകളൊക്കെ കളക്ട് ചെയ്ത് ദെൻ അവിടെ നേരെ ട്രെൻഡ്സിലേക്ക് പോയി. ദെൻ ട്രെൻഡ്സിൽ നിന്ന് പോയിട്ട് അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ കളക്ട് ചെയ്തു. സോ ഡ്രസ്സുകളെല്ലാം സെലക്ട് ചെയ്ത് തിരിച്ച് നമ്മൾ റെഡ് ടേപ്പ് ഉണ്ട്. അപ്പോൾ റെഡ് ടേപ്പിൽ പോയിട്ട് നമുക്കൊന്ന് ഷൂ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വരാമെന്ന് വിചാരിച്ചിട്ടാണ് പോയി. അപ്പോൾ ഇതേ കിടക്കുന്ന ഒരു നല്ലൊരു കിടക്കാച്ചി ബൂട്ട്, പിന്നെ ഒന്നും നോക്കിയില്ല, പറഞ്ഞ കാശ് കൊടുത്ത ബൂട്ടും കയ്യിലെടുത്ത് തിരിച്ചു വന്നു. ഞങ്ങളൊരു ചായ കുടിച്ചിരിക്കുമ്പോഴാണ് അശ്വിനെ വിളിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് അശ്വിനെയും കൂടി നേരെ ഫോട്ടോ വെച്ച് പോയി. ഫോട്ടോ വെച്ചിട്ട് കാഴ്ചകളെല്ലാം കണ്ട് രാത്രി ഇവിടുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് സീ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റിൽ കയറി. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്ത് തന്നെ ഇതൊക്കെ ഇറങ്ങാനായിട്ട് ഒരു മിനിറ്റ് ടൈം ഓർഡർ ചെയ്തു. ബേസിക്കലി നല്ല ഫുഡാണ്. ഫുഡിൻ്റെ ക്വാണ്ടിറ്റി വൈസ് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ലെങ്കിൽ ക്വാളിറ്റി വൈസ് നൈസ് ആയിരുന്നു. പിന്നെ അവൻ്റെ അവിടുത്തെ നൈസ് ആംബിയൻസ് ആയിരുന്നു. ദെൻ ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ ഒന്നുകൂടി ഫോട്ടോ വെച്ചിലൂടെ നടന്ന് തിരിച്ച് റൂമിലെത്തി. അങ്ങനെ ഇന്നത്തെ സാറ്റർഡേ കഴിഞ്ഞ് ഇനി ബാക്കി സൺഡേ. അപ്പോൾ സൺഡേ ആണ്, ബൈ.